വെൽക്കം ടു ലേൺ വിത്ത് റീന മിസ്. നമ്മൾ നെയ്ത്തിലെ കെമിസ്ട്രി 3rd ക്ലാസ് ആണ്. നമ്മൾ ആറ്റം എന്താണ്, മോളിക്യൂൾസ് എന്താണെന്നൊക്കെ കഴിഞ്ഞ ദിവസം പഠിച്ചു. അപ്പോൾ അതിൻ്റെ ബാക്കി പോർഷൻസ് ആണ് ഇന്ന് മിസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ വിലപ്പെട്ട സമയം ഒരിക്കലും നിങ്ങൾ വെറുതെ കളയരുത്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. വീട്ടിലിരുന്നാണെങ്കിലും നന്നായിട്ട് പഠിക്കുക. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റിങ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്നാണ്. നമ്മൾ ഇന്നലെ പഠിച്ചു ആറ്റം എന്താണ്, മോളിക്യൂൾ എന്താണെന്നുള്ളതൊക്കെ പഠിച്ചില്ലേ. ബേസിക് കൺസ്റ്റുവന്റ് പറയുന്ന പേരാണ് ആറ്റം. ദ ബേസിക് കൺസ്റ്റുവന്റ് ഓഫ് എവറി പാർട്ടിക്കിൾ, എവറി സബ്സ്റ്റൻസ് ഇസ് കോൾഡ് ആസ് ആറ്റംസ്. മോളിക്യൂൾസ് എന്തായിരുന്നു? സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി, അതായിരുന്നു മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഒരു ആറ്റത്തെ റെപ്രസെന്റ് ചെയ്യാം, എങ്ങനെ ഒരു മോളിക്യൂളിനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ മിസ് പഠിപ്പിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പിന്നെ നമുക്ക് മിസ് ചുരുക്കി പറഞ്ഞുതരാം കേട്ടോ. നോക്കൂ, യു ഹാവ് സ്റ്റഡീഡ് ദ മെത്തേഡ് ഓഫ് അസൈനിങ് സിംബൽസ് ഫോർ ദി എലമെന്റ്സ്. നമ്മൾ പഠിച്ചില്ലേ? ഹൈഡ്രജൻ H, ലിഥിയം Li, ബോറോൺ B, കാർബൺ C, ഓക്സിജൻ O, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? എലമെന്റ്സിൻ്റെ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. Now let us see how the atoms and molecules represented. അപ്പോൾ എങ്ങനെയാ? അപ്പോൾ നമ്മൾ പഠിച്ച കാര്യത്തിൽ തന്നെ ആറ്റവും മോളിക്യൂളും എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജൻ കനോട്ട് സ്റ്റേ, ഓർ ഓക്സിജൻ നമ്മളെപ്പോഴും കാണുന്ന എങ്ങനെയാണ്? ഓക്സിജൻ 2 ഓക്സിജൻ O2 ആയിട്ടാണ്. ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് ആസ് O2. ഹൈഡ്രജൻ എക്സിസ്റ്റ് ആസ് H2. കാർബൺ C, ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് ആസ് എ സിംഗിൾ ആറ്റം. അപ്പൊ അങ്ങനെ നമ്മൾ പല പല വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലേ? ഇനി എങ്ങനെയാണ് ഒരു ആറ്റത്തെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നോക്കൂ, ദ സിംബൽ ഓഫ് ഹീലിയം ഈസ് He അല്ലേ? H എന്ന് എഴുതാൻ പറ്റില്ല, കാരണം H എന്നുള്ളതിന് ഹൈഡ്രജന് പോയി. അപ്പൊ രണ്ടോട് ചേർത്ത് നമ്മൾ He എന്ന് എടുത്തു. വെൻ വി റൈറ്റ് He, ഇറ്റ് റെപ്രസെന്റ് 1 ആറ്റം ഓഫ് ഹീലിയം എലിമെന്റ്. അപ്പോൾ He എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് ഒരു ആറ്റമാണ്. അപ്പോൾ വാട്ട് ഡസ് 2He റെപ്രസെന്റ്? ഇറ്റ് കണ്ടെയ്ൻസ് 2 ആറ്റംസ്. 4He 4 ആറ്റംസ്. 10He 10 helium atoms. Okay. Then helium, neon, argon are seen in nature as single atoms. They are monoatomic molecules. Their molecules can also be represented as He, Ne, Ar, etc. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ മോണോ അറ്റോമിക്. എന്താ ഈ മോണോ അറ്റോമിക് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ടേ? എന്താണ് മോണോ അറ്റോമിക്, എന്താണ് ഡൈ അറ്റോമിക്, എന്താണ് ട്രൈ അറ്റോമിക് എന്നൊക്കെ നമുക്ക് പഠിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മോണോ അറ്റോമിക് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആറ്റംസ് നമുക്ക് എങ്ങനെയൊക്കെ അതിനെ പറയാം എന്നുള്ളതാണ് മിസ് കാണിക്കുന്നത്. ഒന്നാമത്തെ കാര്യം മോണോ അറ്റോമിക്. ദെൻ ഡൈ അറ്റോമിക് ഉണ്ട്, ഡൈ അറ്റോമിക്. ദെൻ പോളി അറ്റോമിക്. അപ്പം ഇങ്ങനെ 2-3 തരത്തിലാണ്. മോണോ അറ്റോമിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞു ഹീലിയത്തിന്, നിയോണിന്, ആർഗണ് അല്ലേ, കാർബണിന്, ഇതിനൊക്കെ എങ്ങനെ നിൽക്കാൻ പറ്റും? സിംഗിൾ ആറ്റംസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ഒറ്റ ആൾ മതി, അവർ ഒറ്റയ്ക്ക് നിന്നോളും. അപ്പോൾ ആറ്റംസ് കണ്ടെയ്ൻ അല്ലെങ്കിൽ മോളിക്യൂൾസ് കണ്ടെയ്ൻ ഓൺലി 1 ആറ്റം. അത് നമ്മൾ പറയുന്നത് ഇതിന് ആറ്റം ആയാലും മോളിക്യൂൾ ആയാലും ഇങ്ങനെ തന്നെ എഴുതാം. അതിനെ പറയുന്ന പേരാണ് മോണോ അറ്റോമിക്. ഇനി എന്താണ് ഡൈ അറ്റോമിക് എന്ന് പറഞ്ഞാൽ? ഓക്സിജൻ O2, ഹൈഡ്രജൻ H2, ഫ്ലൂറിൻ F2, ക്ലോറിൻ Cl2. നമ്മൾ ഇങ്ങനെയല്ലേ എഴുതിയത്. അപ്പോൾ ഇവിടെ 1 molecule of oxygen contains 2 atoms. Okay, 1 molecule of oxygen contains 2 atoms. 1 molecule of hydrogen contains 2 atoms. 1 molecule of fluorine contains 2 atoms. So molecules with 2 atoms are called diatomic. മനസ്സിലായോ?
molecules with 2 atoms are called diatomic. Then what about polyatomic? More than 2 atoms. ഇപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞു സൾഫർ S8 8 പേര് ചേർന്നാണ് സൾഫർ നിൽക്കുന്നത്. SA. Then phosphorus P4 4 ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ polyatomic എന്ന് പറഞ്ഞാലോ molecules contain more than 2 atoms are called polyatomic molecules. Pendike definition: molecules with only 1 atoms are called monoatomic. Molecules with 2 atoms are called diatomic. Molecules with more than 2 atoms are called polyatomic. Example നിങ്ങൾ പഠിച്ചു. Okay. ഇപ്പം നമുക്ക് എന്താണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് ഉള്ളത്? Elements like hydrogen exist as diatomic. Hydrogen atom is represented as H. How about its molecule? അല്ലെ, എങ്ങനെയാ മോളിക്യൂൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? H2 എന്നാണ് റെപ്രസെന്റ് ചെയ്യുക അല്ലെ. H2 represents a hydrogen molecule. Then some elements exist as molecules of more than 2 atoms. ഏതൊക്കെയാണ്? Phosphorus, sulfur, etc. are examples of such elements അല്ലെ. Then molecules with molecules with only 1 atom are called monoatomic molecules. Those with 2 atoms are called diatomic molecules. Those with more than 2 atoms are called polyatomic molecules. Okay. In monoatomic molecules, the number given on the left side of the symbol indicates the number of atom എന്തെങ്കിലും നിങ്ങൾ സിമ്പിൾ കണ്ടാൽ how can you identify the number of atoms in it and number of molecules in it എന്നാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് മുൻപ് നമ്മുടെ ഇവിടെ ഒരു സൈഡ് കോളത്തിൽ എന്താണ് സൈസ് ഓഫ് ആറ്റം എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. Can you imagine the size of an atom? The word atom has been derived from the Latin word atomos. It means something indivisible. The diameter of a gold atom is 0.000 centimeters, which means about 3.5 crores gold atoms arranged in a row would be as long as just 1 centimeter. Ancient Indian thinker Kanadhan and Greek thinker Democritus have talked about the smallest particle of substances centuries ago. It was John Dalton, an English scientist, who formulated the modern theory of atom. അപ്പോൾ നമ്മളെപ്പോഴും ക്വിസ് പ്രോഗ്രാംസിനൊക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ആറ്റം കണ്ടുപിടിച്ചത് ആരല്ലേ, ഹൂ ഡിസ്കവേർഡ് ആറ്റം എന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും ആരെ എഴുതാറ്? ജോൺ ഡാൾട്ടനെയാണ് നമ്മൾ എഴുതാറ്, റൈറ്റ്? അപ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? Size of an atom എന്ന് പറഞ്ഞാൽ the word atom is derived from the Latin word atomos. What does atomos means? Atomos means indivisible. Indivisible means it cannot be divided further. ആ വേർഡിൽ നിന്നാണ് നമുക്ക് എന്തുണ്ടായിട്ടുള്ളത്? ആറ്റം എന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് നിങ്ങളോട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? if you are arranging 3.5 crores of gold atoms in a line, it will be 1 centimeter. അത് 1 സെന്റിമീറ്റർ ലെങ്ത്തിൽ നമ്മൾ ഗോൾഡ് ആറ്റത്തിനെ അറേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചോളൂ. എത്ര ഗോൾഡ് ആറ്റത്തിനെ അറേഞ്ച് ചെയ്യണം? 3.5 crores കോടികൾ, 3.5 കോടികൾ നമ്മൾ അറേഞ്ച് ചെയ്താൽ മാത്രമേ എത്രയായിട്ട് മാറുള്ളൂ? 1 സെന്റിമീറ്റർ ആയിട്ട് മാറുള്ളൂ. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, ആറ്റം ഇസ് ഹൗ മച്ച് ഓഫ് സ്മോൾ അല്ലേ? അപ്പം അത്രയും സ്മോൾ ആണ്. അപ്പം അന്ന് കരുതിയിരുന്നത് എന്താണ്? ആറ്റം കനോട്ട് ബി ഡിവൈഡഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മുമ്പേ നമ്മൾ ഈ ജോൺ ഡാൾട്ടന് മുൻപ് തന്നെ നമ്മുടെ സയൻറ്റിസ്റ്റ്, അതായത് ഇവിടെ ആൻഷ്യന്റ് ഇന്ത്യൻ തിങ്കർ ആണ് ആര്? കണാദൻ. നമ്മൾ കണാദ മുനി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഈ ഇന്ത്യൻ തിങ്കർ ആയിരുന്ന കണാദൻ, ഗ്രീക്ക് തിങ്കർ ആയിരുന്ന ഡെമോക്രിറ്റസ്, ഇവരൊക്കെ എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? talked about the smallest particle of substances centuries ago. വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ, not years, centuries back, they told that there is a particle
in every substance. It is very, very, very minute. It is the basic particle of every constituent substances. Okay. അപ്പോൾ അങ്ങനെയാണ് അതിൽ നിന്നാണ് ജോൺ ഡാൾട്ടൺ എന്ത് ഫോർമുലേറ്റ് ചെയ്തത് മോഡേൺ അറ്റോമിക് തിയറി ആറ്റം കണ്ടുപിടിച്ചതൊക്കെ അങ്ങനെയാണ്. അപ്പം നിങ്ങൾ ഓർക്കേണ്ട കാര്യം ജോൺ ഡാൾട്ടൺ ആണ്. നമ്മൾ പറയുമ്പോൾ നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് പറയുമ്പോൾ ആരാണ് ആറ്റം കണ്ടുപിടിച്ചത്? ജോൺ ഡാൾട്ടൺ ആണ്. അത് ആറ്റം എന്ന പേര് കൊടുക്കാൻ കാരണം ആറ്റമോസ് എന്നിട്ടുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഈ ലാറ്റിൻ വേർഡ് മീൻ ചെയ്യുന്ന എന്താണ്? ഇൻഡിവിസിബിൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ദെൻ മോണോറ്റോമിക് നമ്മൾ പഠിച്ചു, ഡയറ്റോമിക് പഠിച്ചു, പോളി അറ്റോമിക് പഠിച്ചു. ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നതെന്ന് അറിയോ? ഇവിടെ നോക്കൂ, ക്ലാസിഫൈ ദ മോളിക്യൂൾസ് ഇൻടു മോണോ അറ്റോമിക്, ഡയറ്റോമിക് ആൻഡ് പോളി അറ്റോമിക്. അതിന് നമ്മൾക്ക് ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. നോക്കൂ, മോണോ അറ്റോമിക് നമുക്ക് പറഞ്ഞാൽ എന്തൊക്കെയാണ് മോണോ അറ്റോമിക് ആയിട്ടുള്ളത്? ഇപ്പം ഇവിടെ നിങ്ങളതിൽ കൊടുത്തിട്ടുള്ളത് H2Cl2 P4 O2 S2 HEAR എത്രയുണ്ട്? അപ്പോൾ മോണോ അറ്റോമിക് ആയിട്ട് നമുക്ക് അതിൽ എന്തൊക്കെയാണ്? മോണോ അറ്റോമിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ? മോളിക്യൂൾസ് കണ്ടെയ്നിങ് ഓൺലി വൺ ആറ്റം. അപ്പോൾ ഏതൊക്കെയുള്ളത്? ഹീലിയം, He, ഒറ്റ ആറ്റം മാത്രമേ ഉള്ളൂ. AR, ആർഗൺ. നമ്മൾ തന്നിട്ടില്ലെങ്കിൽ ഈ രണ്ട് കാരണമാണ്. ഡയറ്റോമിക് ഏതൊക്കെ നോക്കൂ? 2 atoms. Molecules contains 2 atoms. H2, Cl2, O2 ഉണ്ട് കേട്ടോ. One more O2. Then polyatomic ഏതൊക്കെയുള്ള നോക്കൂ. Polyatomic means molecules contain more than 2 atoms. P4, then S8. ഇത്രയുണ്ട്. ഓക്കെ. ഇനി മിസ് പറയാൻ പോകുന്ന കാര്യം എന്താ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ നമ്മൾ അടുത്തൊരു കോളം കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താണ് അതിൽ കൊടുത്തിരിക്കുന്നത്? സബ്സ്റ്റൻസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ്, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. ഓരോന്നിലെയും മോളിക്യൂൾസ് എങ്ങനെ, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ആദ്യം തന്നെ പറഞ്ഞുതരാം എങ്ങനെയാണത് കണ്ടുപിടിക്കുക എന്നുള്ളത്. നോക്കാം നമുക്ക്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് എഴുതാൻ പോവുകയാണ്. നിങ്ങൾക്ക് 4 സോഡിയം 4 Na എന്നെഴുതി. ഇതിൽ നിന്ന് നമ്മൾക്ക് how can we find number of atoms and number of molecules? ഇവിടെ ഈ ഫ്രണ്ടിൽ എപ്പോഴും എഴുതിയിരിക്കുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും. മനസ്സിലായോ? ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്ന എപ്പോഴും നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും. ഓക്കെ. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾ ഇതിലപ്പോൾ ഇതിൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്? സോഡിയം ആറ്റത്തിൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്? നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് 4 ആണ്. എത്ര ആറ്റംസ് ഉണ്ട്? Na എന്ന് പറയുന്നതാണ് ഒരു ആറ്റം. ഓക്കെ, ഒരു ആറ്റം Na ആണ്. അപ്പോൾ ഇവിടെ എത്ര ആറ്റംസ് ഉണ്ട്? 4 ആറ്റംസ് തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസും 4 ആണ്, നമ്പർ ഓഫ് ആറ്റംസും 4 ആണ്. നിങ്ങൾക്ക് മനസ്സിലാവും മിസ് വേറൊരു എക്സാമ്പിൾ എഴുതാം. 2H2. ഈ 2H2 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത് എപ്പോഴും എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾസ് എത്രയായിരിക്കും? നമ്പർ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2. ഈ നമ്പർ ഓഫ് ആറ്റംസ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്പർ ഓഫ് ആറ്റംസ് കാണാൻ ഇവിടെ താഴെ എഴുതിയിരിക്കുന്ന നമ്പർ ഉണ്ടാവില്ല. എല്ലാത്തിലാണെങ്കിലും ഇതിൽ എത്ര എണ്ണം ഉണ്ട്, ആറ്റം ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഒരു മോളിക്യൂൾ എത്ര ആറ്റം ഉണ്ടെന്നാണ് എഴുതി. ഇതും തമ്മിൽ എന്ത് ചെയ്യണം? നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. 2 × 2. അതായത് ഒരു ഹൈഡ്രജൻ മോളിക്യൂളിൽ 2 ഹൈഡ്രജൻ ആറ്റംസ് ആണ് അല്ലേ? ഇതാണ് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇവിടെ ഫ്രണ്ടിൽ 1 എന്നുണ്ട്, നമ്മൾ എഴുതാറില്ല. 1 ആകുമ്പോൾ നമ്മൾ എഴുതില്ല. കെമിസ്ട്രിയിലും ഇതൊന്നും നമ്മൾ 1 എന്നുള്ളത് അങ്ങനെ എഴുതില്ല ഒരിക്കലും. ഒന്നും എഴുതിയില്ല മീൻസ് 1 ആണ്. ഇപ്പം ഇവിടെ സോഡിയം ഒന്നും എഴുതിയില്ല, അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് 1. ഇപ്പം ഇവിടെ നമുക്കറിയാം ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഒരു മോളിക്യൂൾ 1 മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഹൈഡ്രജൻ കണ്ടെയ്ൻസ് 2 ആറ്റംസ്. അപ്പോൾ 2 മോളിക്യൂൾ എത്ര ഉണ്ടാവും? ഒരു മോളിക്യൂൾ 2 ആറ്റം ആണെങ്കിൽ 2 മോളിക്യൂൾ എത്ര ഉണ്ടാവും? 2 × 2 4. ഓക്കെ. ഇനി ഇവിടെ 6H2 എന്നാണ് നോക്കിക്കോളൂ. 6H2 ആണെങ്കിൽ എങ്ങനെയാണ്? നമ്മൾ 6H2 ആണെങ്കിൽ മോളിക്യൂൾസ് എത്രയായിരിക്കും? ഇവിടെ ഞാനൊരു മോളിക്യൂൾ ഇവിടെ ആറ്റംസ് എഴുതാം. നമുക്ക് 2 കണ്ടുപിടിക്കണം.
മോളിക്യൂൾ എത്രയാണ്? ഫ്രണ്ടിൽ എഴുതിയതിനാണ് നമ്മൾ മോളിക്യൂൾ ആകുമ്പോൾ നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഫ്രണ്ടിൽ ഏതാണോ നമ്പർ ആ നമ്പർ അങ്ങോട്ട് എഴുതിയാൽ മതി. 6. ആറ്റംസ് കാണാൻ ഞാൻ പറഞ്ഞു 6 into 2 ചെയ്യണം. 6 into 2 ഇറ്റ്സ് ഈക്വൽ ടു 12. ഓക്കെ. ദെൻ 10 ഹീലിയം. എത്ര മോളിക്യൂൾ ഉണ്ട് ഇവിടെ? നമുക്കൊന്നും നോക്കാനില്ല. ഇറ്റ് ഇസ് 10 മോളിക്യൂൾസ്. ആറ്റംസ് എന്താണ് ഞാൻ പറഞ്ഞു ഇവിടെ 1 ആയതുകൊണ്ടാണ് അവിടെ എഴുതാത്തത്. അപ്പോൾ 10 into 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഇസ് 10. ഓക്കെ. ദെൻ 5O2. അപ്പോൾ മോളിക്യൂൾസ് എത്രയാണ്? ഫ്രണ്ടിൽ എഴുതിയ ലെറ്റർ 5 ആണ്. ഇറ്റ് ഇസ് 5. ആറ്റംസ് കാണാൻ എന്താ ചെയ്യുക? 5 into 2 ഇറ്റ് ഇസ് ഈക്വൽ ടു 10. ഓക്കെ. ദെൻ 4S8 ആണെങ്കിലോ മോളിക്യൂൾസ് 4 ഫ്രണ്ടിൽ എഴുതിയത്. ആറ്റംസ് കാണാൻ 4 into 8 ഇറ്റ്സ് ഈക്വൽ ടു 32. മനസ്സിലായോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്? ഇനി നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ കോളം ഫില്ല് ചെയ്യാം കേട്ടോ. ഏതായിരുന്നു ആ കോളം? ഇതല്ലേ കോളം. അപ്പം നമുക്കിതൊന്ന് ഫില്ല് ചെയ്യാം. നോക്കൂ. O2 നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇവിടെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞല്ലേ ഫ്രണ്ടിൽ 1 ആയതുകൊണ്ടാണ് ഒന്നും എഴുതാത്തത്. അപ്പം നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഇവിടെ 1 എന്നുള്ളതാണ് ശരിക്കും, അതുകൊണ്ടാണ് അതൊന്നും എഴുതാത്തത്. അപ്പം നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈസ് ഓൺലി 1. 1 molecule of oxygen contains 2 atoms നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കാണാൻ എന്താ ചെയ്യുക? 1 into 2 2. ഇത് 2 എന്നൊക്കെ എടുത്ത് എഴുതാൻ അറിയുന്ന കുട്ടികൾ ഇങ്ങനെ 1 into 2 ഒന്നും എഴുതണ്ട. മിസ് ഏറ്റവും അറിയാത്ത കുട്ടികൾക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. മനസ്സിലായോ? എല്ലാവരും പഠിച്ചിരിക്കുന്നത് ബേസിക് ആയ കാര്യങ്ങളാണ് കെമിസ്ട്രിയുടെ. അപ്പം അതുകൊണ്ടാണ് മിസ് അങ്ങനെ പറയുന്നത് കേട്ടോ. ചിലർ വിചാരിക്കും 8th എത്തിന് മിസ് 1 into 2 2 എന്നൊക്കെ പഠിപ്പിക്കണോ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ വിചാരിക്കരുത്. നമ്മുടെ കൂടെ പഠിക്കുന്നവരും പഠിക്കാത്തവരും ഒക്കെ ഉണ്ടാവും. നമ്മളെല്ലാവരും പരിഗണിക്കണ്ടേ. ദെൻ നമ്പർ ഓഫ് മോളിക്യൂൾസ്. നൈട്രജൻ. അവിടെ എന്താ? നൈട്രജന്റെ ഫ്രണ്ടിൽ 2 ഉണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞു ഫ്രണ്ടിൽ കണ്ട 2 മോളിക്യൂൾസ്. ഇത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? 2 and 2 മീൻസ് വാട്ട്? 2 മോളിക്യൂൾസ് ഓഫ് നൈട്രജൻ. ഓക്കെ. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കാണാൻ 2 into 2 ഇറ്റ്സ് ഈക്വൽ ടു 4. ഓക്കെ. ദെൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് 6 ക്ലോറിൻ. 6 ക്ലോറിൻ മോളിക്യൂൾസ് ആണ്. ഓക്കെ. അപ്പം ദെൻ 6 ഇവിടെ എത്ര വരിക? 6 into 2 12. അപ്പം ഇവിടെ 2He നമ്പർ ഓഫ് മോളിക്യൂൾസ് 2. നമ്പർ ഓഫ് ആറ്റംസ് എത്ര ആയിരിക്കും? ഇവിടെ ശരിക്കും He1 എന്നുണ്ട്, ഇത് എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ. 2 into 1 2. Then 5Na. 5Na means what? Number of molecules? Sodium 5 sodium molecules എന്നാണ് അത് വായിക്കേണ്ടത് കേട്ടോ. Then 5. ഇപ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ 1 ആയതുകൊണ്ട് 5 into 1 is equal to 5. Then O3. O3 means what? It is ozone. Okay. ഇവിടെ 1 എന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 molecule of ozone. Then total number of atoms എത്ര വരും? 1 into 3 equal to 3. P4. ഇനി നമുക്കൊന്നും എഴുതാതെ പറയാം. P4 number of molecules. ഫ്രണ്ടിൽ 1 ഉണ്ട്. ഓക്കെ. 1. Then 1 into 4 atoms എത്ര വരും? ഇറ്റ്സ് ഈക്വൽ ടു 4. മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെയാണ് ഈ ടേബിൾ നമ്മൾ ഫില്ല് ചെയ്യുക. ഓക്കെ. ഇത് നമുക്ക് അടുത്തത് നോക്കാം. എന്താണ് അടുത്തത്? എന്താ പറഞ്ഞത്? ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഇനി സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? കമൻറ്റ് ചെയ്യാം. മിസ് എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഉണ്ട്, ആ നമ്പറിൽ യു ക്യാൻ വാട്സപ്പ് മീ. ഓക്കെ. ദെൻ ഇവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് അറിയാലോ? ഓൺലൈൻ ട്യൂഷൻ്റെ ലിങ്കാണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാം. പിന്നെ മിസ്സിനെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോഴേ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് കിട്ടുള്ളൂ. ഓക്കെ. കാണുക, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. നിങ്ങളുടെ കമൻറ്റ് എന്ന് പറയുന്നത്, ഇത് കാണുന്ന ഓരോ കുട്ടിയും കമൻറ്റ് ചെയ്യണം. കാരണം മിസ് എന്നും നോക്കുന്നത് ആര് കണ്ടു എന്നുള്ളതല്ല, ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് മിസ് എപ്പോഴും നോക്കുന്നത്. ഓക്കെ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് മിസ് എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ വരുത്താം. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത കോമ്പൗണ്ട്സ് കൂടെ നോക്കിയാലോ? എന്താണ് കോമ്പൗണ്ട്സ് എന്നുള്ളത് ജസ്റ്റ്. അപ്പോൾ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ വി ഹാവ് സീൻ ഹൗ മോളിക്യൂൾസ് ആർ ഫോംഡ് ഫ്രം സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ്. Millions of English words are formed from the letters of English alphabet. അതായത് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ കെമിസ്ട്രി എന്ന് പറയുന്നത് എന്താണ്?
സിയും എച്ചും ഇയും എമ്മും ഇതൊക്കെ ചേർന്നതാണ് കെമിസ്ട്രി എന്ന വേർഡ്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ വാട്ടർ നമ്മൾ എങ്ങനെയാ കെമിസ്ട്രിയിൽ എഴുതുക, അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എങ്ങനെയാ കെമിസ്ട്രിയിൽ എഴുതുക, സൾഫ്യൂരിക് ആസിഡ് നമ്മൾ എങ്ങനെയാ കെമിസ്ട്രിയിൽ എഴുതുക അല്ലേ. അപ്പൊ നമുക്ക് പഠിക്കേണ്ടത് ഓരോന്നിനും നമ്മൾ എങ്ങനെ, കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഓക്കെ, കുറെ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ ഭയങ്കര രസമായിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നിനും ഇനി എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ആദ്യം നമുക്ക് പഠിക്കേണ്ടത്, എഴുതാൻ അറിയുന്നതിന് മുമ്പ് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, ഓരോ കോമ്പൗണ്ടിലും എന്തൊക്കെ ഉണ്ട് എന്ന് അറിയണം. മനസ്സിലായോ? അപ്പോഴല്ലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡിൽ അപ്പം എന്തൊക്കെയുണ്ട്? കാർബണും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജനും ക്ലോറിനും. വാട്ടറിൽ എന്തൊക്കെയുണ്ട് അവിടെ നമുക്ക് എഴുതാം. വാട്ടറിൽ എന്തൊക്കെയുണ്ട് നമ്മൾ ഇന്നലെ പഠിച്ചാണല്ലേ. വെൻ വാട്ടർ electrolyzed, it splits into hydrogen and oxygen അല്ലേ. ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആരായിരുന്നു നടത്തിയതെന്നൊക്കെ ഓർമ്മയുണ്ടോ? ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ മെർക്കുറിക് ഓക്സൈഡ്, എന്താണ്? മെർക്കുറി ആൻഡ് ഓക്സിജൻ. അപ്പൊ അടുത്ത നോക്കൂ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എ കോമ്പൗണ്ട്. Carbon dioxide is formed when carbon burns in oxygen. When carbon burns in oxide, the compound formed is carbon dioxide. Carbon dioxide is also formed by the decomposition of calcium carbonate. നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ കക്കയൊക്കെ ചൂടാക്കിയിട്ട് ഉണ്ടാക്കുന്ന ഫാക്ടറികൾ ഉണ്ടാവും. ഇതിങ്ങനെ പുക പോകുന്നത് കാണുമ്പോൾ സ്മെല്ലും വരും. അപ്പോൾ കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ സീ ഷോഴ്സിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന കക്ക ചിപ്പ് ഇതിനൊക്കെ നമ്മൾ കാൽസ്യം കാർബണേറ്റ്. ഈവൻ മാർബിൾ, നിങ്ങളുടെ വീട്ടിൽ മാർബിൾ ഇല്ലേ, ഇനി ഒന്നും വേണ്ട, നിങ്ങളുടെ വീട്ടിൽ എന്തുണ്ട്? എഗ് ഷെൽസ് ഉണ്ടല്ലോ. ഇറ്റ് ഓൾസോ കാൽസ്യം കാർബണേറ്റ്. അത് ഹീറ്റ് ചെയ്യുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും എലിമിനേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യപ്പെടുന്ന ഗ്യാസ് ആണ് എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമ്മൾ രണ്ട് മെത്തേഡ് പഠിച്ചു അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം? When carbon burns in oxygen and also when calcium carbonate, decomposition of calcium carbonate also gives carbon dioxide. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതൊന്നുമല്ല. അതായത് whatever be the source of a compound, a fixed ratio is maintained between the atoms of different element present in it. അതായത് ഇപ്പോൾ ഉണ്ടാവുന്ന വഴികൾ ഏതാണെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡിൽ എന്താണ്? whatever may be the method formed, carbon dioxide contains carbon and oxygen. Carbon dioxide means what? It contains carbon and oxygen. Okay. Then hydrogen chloride means what? It contains hydrogen and chlorine. അപ്പോൾ ഇങ്ങനെ സോഴ്സ് എന്ത് തന്നെയാണെങ്കിലും ഒരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ എന്താ ഉണ്ടാവുക? ഫിക്സഡ് റേഷ്യോയിൽ എലമെന്റ്സ് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം എന്താണ് അടുത്ത പറഞ്ഞിരിക്കുന്നത് നോക്കൂ. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ റെപ്രസെന്റ് ചെയ്യുക, എങ്ങനെയാണ് വാട്ടറിനെ റെപ്രസെന്റ് ചെയ്യുക, എങ്ങനെയാണ് സോഡിയം ക്ലോറൈഡിനെ റെപ്രസെന്റ് ചെയ്യുക എന്നൊക്കെയാണ്. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എങ്ങനെയാണ് സാധാരണ കാർബൺ ഡൈ ഓക്സൈഡിനെ എഴുതുക? CO2 എന്നാണ് എഴുതുക അല്ലേ. അതായത് കാർബണിൻ്റെയും ഓക്സിജന്റെയും റേഷ്യോ എത്രയാണ്? ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1. അതായത് ഇത് 1 എന്നാണ് കേട്ടോ മിസ് ഇട്ടത്. അപ്പോൾ 1:2 എന്നുള്ളതാണ് കാർബണിൻ്റെയും ഓക്സിജന്റെയും റേഷ്യോ. അപ്പോൾ ആ റേഷ്യോ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫോർമുലയാണിത് CO2 എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല എന്നാണ് നമ്മൾ എന്തിനാ പറയുക? CO2നെ പറയാം. CO2 is called as chemical formula of carbon dioxide. Then what about water? Water നമ്മൾ എങ്ങനെ എഴുതുക? വാട്ടർ മീൻസ് വാട്ടറിൽ ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇതിൻ്റെ റേഷ്യോ എന്താണെന്നറിയോ? 2 hydrogen and 1 oxygen. Okay, 1 molecule of water contains 2 atoms of hydrogen and 1 atom of oxygen. Then how can we represent it? It is represented as H2O. Okay, H2O1. 1 നമ്മൾ എഴുതില്ല, H2O. Then what about
sodium chloride. In sodium chloride, the ratio of sodium and chlorine is 1:1. One atom of sodium combines with one atom of chlorine and we get one molecule of sodium chloride. Then how can we represent it as? It can represent as NaCl. Okay. Then next, ammonia. അമോണിയ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഭയങ്കര സ്മെല്ലായിട്ടുള്ള ഗ്യാസ്. ഈ നമ്മളെ ഫെർട്ടിലൈസേഴ്സിലൊക്കെ ഉണ്ടാവുന്ന ഭയങ്കര സ്മെല്ല്, യൂറിനിലൊക്കെ വരുന്ന ഭയങ്കര സ്മെല്ലായിട്ടുള്ള ഗ്യാസ് അമോണിയാണ്. അപ്പോൾ അവിടെ അവിടെ എന്താണ് അമോണിയ? അമോണിയ എന്ന് പറഞ്ഞാൽ നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ combines with, അപ്പോൾ ratio of nitrogen and hydrogen എത്ര? 1 atom of nitrogen combines with 3 atoms of hydrogen and we get 1 molecule of ammonia. എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നറിയോ? NH3. ഓക്കെ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്താ പറയുക? കെമിക്കൽ ഫോർമുല എന്നാണ് പറയുക. മനസ്സിലായി? കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ എന്നാണ് ഈ റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ പറയും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കതൊരു കോളം കൊടുത്തിട്ടുണ്ട്, 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കത് എന്താണെന്ന് നോക്കാം. ഓക്കെ. നോക്കൂ. ദിസ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് CO2. നമ്മളോട് പറഞ്ഞു അല്ലേ? CO2 എന്ന് പറഞ്ഞു. This type of representation is known as chemical formula of the compound. The table shows some molecules and the atoms present in them. Try to find more examples. Carbon dioxide. നമ്മൾ പറഞ്ഞല്ലേ? Atoms present, 1 atom of carbon combines with 2 atoms of oxygen and we get CO2 or carbon dioxide. Then what about water? 2 atoms of hydrogen combines with 1 atom of oxygen and we get H2O. Then chemical formula of sulfuric acid is H2SO4. How many hydrogen atoms are present in 1 molecule of sulfuric acid? How many atoms of hydrogen present? Hydrogen ഇതിൽ എത്ര ഉള്ളത്? H2 എന്നല്ലേ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം how many atoms of hydrogen? 2 atoms. How many sulfur? H2S. S ഒന്നും എഴുതിയിട്ടില്ല. That means 1 atom of sulfur. All together, how many atoms are present? All together, how many atoms are present? What if it is 2H2SO4? അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കൂ, all together how many atoms are present എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് H2SO4ൽ എത്ര ആറ്റംസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. H2SO4 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ എത്ര ഉണ്ടാവും? ഹൈഡ്രജൻ ഈ 2H2SO4 എന്ന് പറയുമ്പോൾ എത്ര ആയിട്ട്? 2 × 2 അല്ലേ? 2 × 2 it's equal to 4. ദെൻ സൾഫറിൽ ആകെ എത്ര ഉണ്ട്? ഇവിടെ 1 ആണ്. അപ്പോൾ ഈ 2 എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടെ ചേർന്നാണ് കേട്ടോ. 2 molecules of H2SO4 എന്നല്ലേ? ഓക്കെ. അപ്പോൾ 2 × ഒന്നുകൂടെ വേറെ പേപ്പർ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. 2. ദെൻ ഓക്സിജൻ 2 × 4 it's equal to 8. നമുക്കൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണത് ചെയ്യാന്നുള്ളത്. അപ്പോൾ നോക്കൂ, നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് മിസ് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം എഴുതാൻ പോകുന്നത് 2H2SO4 എന്നല്ലേ നമുക്ക് പറഞ്ഞിരിക്കണേ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഈ 2 മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഇതെങ്ങനെ വായിക്കുക? നമ്മൾ 2H2SO4 എന്നാണ് വായിക്കുക. എന്താണ് അതിൻ്റെ മീനിങ്? 2 molecules ഓഫ് സൾഫ്യൂരിക് ആസിഡ് എന്നാണ്. അപ്പോൾ ഈ 2 എന്ന് പറഞ്ഞാൽ കോമൺ ആണ്, എല്ലാവർക്കും കൂടി ചേർന്നുള്ളതാണ്. ഹൈഡ്രജൻ ആറ്റം കാണാൻ എന്താ ചെയ്യണ്ടേ? 2 × 2 = 4. ആറ്റംസ് ആട്ടോ, നമ്പർ ഓഫ് ആറ്റംസ് ആണ് നമ്മളിതിൽ കണ്ടുപിടിക്കുന്നത്. എത്ര മോളിക്യൂൾസ് ഉണ്ട്? ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് ചോദിക്കില്ല, കാരണം ഇവിടെ ഹൈഡ്രജൻ അല്ലല്ലോ ഇത്. ഇതെന്താ? ദിസ് ഇസ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജൻ ചോദിക്കാൻ പറ്റില്ല, ഇതിലും ഹൈഡ്രജൻ ഇല്ല. ദിസ് ഇസ് the chemical formula of sulfuric acid. Okay. 2 molecules of sulfuric acid contains 4 atoms of hydrogen. Then what about sulfur?
2 into 1 is equal to 2. Then what about oxygen? 2 into 4 it's equal to 8. Okay. ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. 4NH3 എന്നാണ്. 4 മോളിക്യൂൾസ്. ഇത് ബ്രാക്കറ്റ് ഒന്നും ഇടാൻ പാടില്ല കേട്ടോ. മിസ് ഇത് മനസ്സിലാൻ വേണ്ടി ചെയ്താണ്. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. 4NH3 അതായത് 4 മോളിക്യൂൾസ് ഓഫ് അമോണിയ. ദിസ് ഇസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് അമോണിയ. ദെൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആറ്റംസ് കണ്ടുപിടിക്കണം. ഓക്കെ. Then what about nitrogen atoms? ഇവിടെ 1 നമുക്കറിയാം അല്ലേ? അപ്പോൾ 4 into 1 4. Then what about hydrogen? 4 into 3 12. ഓക്കെ. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ ചെയ്താലോ? ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ട് 2C12H22O11. നമ്മൾ ചെയ്യാൻ പോവാണേ. അപ്പോൾ കാർബൺ എത്ര? 2 മോളിക്യൂൾസ് ഓഫ് ഷുഗർ ആണ്. C12H22O11. അപ്പോൾ കാർബൺ എത്ര ഉണ്ട്? 2 into 12 ഇറ്റ്സ് ഈക്വൽ ടു 24. ദെൻ ഹൈഡ്രജൻ എത്ര ഉണ്ട്? 2 into 22 ഈക്വൽ ടു 44. ദെൻ വാട്ട് അബൌട്ട് ഓക്സിജൻ ആറ്റംസ്? ഇത് ആറ്റംസ് ആണ് കേട്ടോ, മറന്നു പോകരുത്. ആറ്റംസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 2 into 11 ഇറ്റ്സ് ഈക്വൽ ടു 22. മനസ്സിലായി? അപ്പോൾ ഫ്രണ്ടിലെ മോളിക്യൂൾസിൻ്റെ എണ്ണം കൊണ്ട് അതിനുള്ളിലെ ആറ്റത്തിൻ്റെ എണ്ണത്തെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഓരോ എലമെൻറ്റും അല്ലെങ്കിൽ ഓരോന്നും എത്ര ആറ്റംസ് വീതമുണ്ടെന്ന് നമുക്ക് കിട്ടും. ഓക്കെ. ഇനി നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്, നോക്കൂ. Determine the total number of atoms present in the molecules given below. കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്നുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡിലെ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മൾക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നും ചെയ്താലോ? എങ്ങനെയാണെന്നുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. CO2 മിസ് എഴുതാണ് കേട്ടോ. അപ്പോൾ C എത്രയാണ്? ആറ്റംസ് ആണ് എഴുതുന്നത് കേട്ടോ. C എത്രയായിരിക്കും? C എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്. ഇത് 1 ആണ് കേട്ടോ. അപ്പോൾ 1 into 2 ഈക്വൽ ടു 2. ദെൻ വാട്ട് അബൌട്ട് ഇനി അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ രണ്ടാമത്തെ നോക്കൂ, നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ഇതാണ് ചെയ്യുന്നത്, ഷുഗർ. 2C12H22O11. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? കാർബൺ 2 into 12 it's equal to 24. Then hydrogen 2 into 22 equal to 44. Then oxygen എത്രയാണ്? 2 into 11 equal to 22. അത് കിട്ടി. ഇത് രണ്ടെണ്ണം നമ്മൾ ചെയ്തു അല്ലേ. ഇനി അടുത്ത നമുക്ക് ചെയ്യാം. ഏതാണ് അടുത്തതെന്ന് അറിയോ? അടുത്തത് വാട്ടർ ആണ്. 5H2O. ഇനി കാണാം 5H2ലെ ഹൈഡ്രജൻ ആറ്റംസ്. ഇവിടെ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് എന്നൊക്കെ എഴുതാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ എത്രയാണ് ഹൈഡ്രജൻ ആറ്റംസ്? 5 into നോക്കൂ 5 into 2 is equal to 10. Then what about oxygen? 5 into ഇവിടെ 1 ആണ് അല്ലേ. 1 ആകുമ്പോൾ 5 into 1 equal to 5. ഓക്കെ. അപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി നമ്മൾ നാലാമത്തെ ഏതാണെന്നറിയോ? സോഡിയം ക്ലോറൈഡ് 3NaCl. അപ്പോൾ സോഡിയം ആറ്റംസ് എത്രയാണ്? 3. ഇവിടെ 1 ആണ്. ഇവിടെ 1 ഇവിടെ 1. അപ്പോൾ നമ്മളത് എഴുതാറില്ല. ക്ലോറിൻ ആറ്റംസ് എത്രയാണ്? ഇറ്റ് ഇസ് ഓൾസോ ഈക്വൽ ടു 3. ഇനി അടുത്ത ഏതാണ്? 7NH3 എന്നാണ് അല്ലേ. 7NH3 എന്നാണ്. 7NH3 എന്ന് പറഞ്ഞാൽ നൈട്രജൻ ആറ്റംസ് എത്രയായിരിക്കും? 7 into ഇവിടെ 1 അല്ലേ. 1 equal to 7. 1 എഴുതാൻ 7 എഴുതിയാലും മതി കേട്ടോ. മനസ്സിലായാൽ അങ്ങനെ എഴുതിയാൽ മതി. Then what about hydrogen? 7 into 3 it's equal to 21. Then zinc chloride ZnCl2. ഇതിൽ എന്തൊക്കെയുണ്ട്? സിങ്ക് ആറ്റംസ്. എത്രയാ സിങ്ക് ആറ്റംസ്? ഇവിടെ 1 അല്ലേ. ഇവിടെ 1 ആണ്, ഇവിടെ 1. അപ്പോൾ 1 മോളിക്യൂൾ ഓഫ് സിങ്ക് ക്ലോറൈഡ് ആണ്. സിങ്ക് ആറ്റംസ് 1, ക്ലോറിൻ ആറ്റംസ് എത്രയാണ്? 2 അല്ലേ. 1 into 2. മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുക.
മിസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി തരണ്ട് ലാസ്റ്റ് ആവുമ്പോൾ. അപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത് നമ്മൾക്ക് എടുക്കാനുള്ളത് കെമിക്കൽ ഇക്വേഷൻസ് ആണ്. അത് നമ്മൾ തൊട്ടടുത്ത ക്ലാസ്സിൽ തന്നെ എടുക്കും. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോസ് കാണണം. മിസ് നിങ്ങൾ കാണുന്നതുകൊണ്ട് മാത്രമാണ് മിസ് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, സമയമൊന്നും വേസ്റ്റ് ചെയ്യാതെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് മിസ് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി ക്ലിയർ ആവുന്നില്ല എന്നോ സൗണ്ട് പ്രശ്നമുണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ എഡിറ്റ് ചെയ്തിടാം കേട്ടോ. ഇനി സ്കൂളിൽ നിന്ന് ഓൺലൈൻ ക്ലാസ് ഒക്കെ കിട്ടാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ഫിസിക്സും കെമിസ്ട്രി മാത്സും മിസ് ഒരു ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ കാണുന്നത് തികച്ചും ഫ്രീ ആണ്. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് പൈസ ഒന്നും പോവില്ല. നിങ്ങളുടെ അടുത്ത് നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അതിന് പൈസ ഒന്നും പോവില്ല. പക്ഷെ ഓൺലൈൻ ക്ലാസ് മിസ് ട്യൂഷനായിട്ട് എടുക്കുന്നുണ്ട്. അതിന് ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മിസ്സിൻ്റെ ഒരു കോൺടാക്ട് നമ്പർ ഉണ്ട്, ഒരു ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ വരും നിങ്ങൾ. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ വിവരങ്ങൾ മിസ് പറഞ്ഞുതരുന്നുണ്ട്. അത് ചെറിയൊരു ഫീസ് മിസ് വാങ്ങിക്കേണ്ട. 3 സബ്ജക്റ്റിനും കൂടി 300 റുപ്പീസ്. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എല്ലാ ദിവസവും 1.5 മണിക്കൂർ ക്ലാസ്സാണ്. ഒരു മാസത്തേക്ക് 3നും കൂടി 300 റുപ്പീസാണ്. ചേരാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ കോണ്ടാക്ട് മീ. എവിടെ ഉള്ളവർക്ക് വേണമെങ്കിലും ചേരാം കേട്ടോ. കേരളത്തിൽ എവിടെ ഉള്ളവർക്ക് വേണമെങ്കിലും ചേരാം. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ പറഞ്ഞതൊക്കെ. നന്നായിട്ട് വീട്ടിലിരുന്ന് പഠിക്കാം. ശരി.